എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കോടതി വരാന്തയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീജയുടെയും വേദയും വിക്രമിനെയാണ് നമ്മൾ കാണുന്നത്. വേദ അവരോട് രണ്ടുപേരോടുമായി സംസാരിച്ച ശേഷം ധൈര്യമായിട്ടിരിക്കാനായിട്ട് ശ്രീജടത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ തന്നെ ഈ കേസിൽ ജയിക്കുമെന്നും ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഈ സമയം അവിടേക്ക് വരുന്ന ദർശനും വേദയോട് ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ട്. അതിനുശേഷം അത് ആ പോലീസ് ജീപ്പിൽ വിശ്വേട്ടനെ കൊണ്ടിറക്കുന്നു. ഇത് കണ്ട ശേഷം കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ശ്രീജടുത്ത് ചെല്ലുന്നു. ശ്രീജ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വിശ്വേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കേണ്ടി വരുമെന്ന് ഞാനും വിചാരിച്ചില്ലല്ലോ എന്ന് വിശ്വേട്ടൻ പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന എസ് ഐ അവരോട് രണ്ടുപേരോടുമായി പറയുന്നു, സംസാരമൊക്കെ കോടതി കഴിഞ്ഞ് ജയിലിൽ വെച്ചാവാമെന്ന്. ഇപ്പോൾ ശ്രീകാന്തും കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. വേദയെ വക്കീൽ കുപ്പായത്തിൽ കണ്ടയുടനെ ശ്രീകാന്ത്, നീ പ്രാക്ടീസ് തുടങ്ങിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതിനുശേഷം വേദയോടായി ഒന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഇന്ന് ആരാണ് കേസ് വാദിക്കാൻ പോകുന്നത്, ചക്രപാണിയാണോ? അതിനുശേഷം ശ്രീകാന്ത് വേദയോടുള്ള സംസാരം തുടരുന്നു. എടി, ജൂനിയറായിട്ട് ജോയിൻ ചെയ്തപ്പോൾ തന്നെ സീനിയറിനെ തോൽപ്പിക്കാനായിട്ട് കളത്തിലിറങ്ങിയെന്നൊരു പേരുദോഷവും കൂടി നിനക്ക് വേണോ? എന്തു ചെയ്യാം, ചക്രപാണി സാറിന്റെ വിധി. ഇത് കേൾക്കുന്ന വേദ മറുപടിയായി, അത് തീരുമാനിക്കുന്നത് പണിക്കത്തെ ശ്രീകാന്ത് അല്ല. വേദ തുടരുകയാണ്, നിങ്ങൾക്ക് ഒളിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യാൻ മാത്രമേ അറിയൂ. തെറ്റ് ചെയ്യാത്തവനെ കുടുക്കിലാക്കി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഈ തന്ത്രം ഇത്തവണ വിലപ്പോകില്ല. കാരണം ഞാനും എൻ്റെ ഭർത്താവും നിൽക്കുന്നത് സത്യത്തിന്റെ കൂടെയാണ്. ഇത് കേൾക്കുന്ന ശ്രീകാന്ത് മറുപടിയായി, സത്യത്തിന്റെ കൂടെയോ? ആ ഒരു രാഷ്ട്രീയക്കാരന്റെ വാക്കും കേട്ട് കൂലിത്തല്ലിൽ നടക്കുന്ന നിന്റെ ഭർത്താവാണോ സത്യത്തിന്റെ പാതയിൽ നടക്കുന്നത്? അതോ ഇങ്ങനൊരുത്തിനെ ഈ സമൂഹത്തിന് സമ്മാനിച്ച ആ ഉണക്കവാദിയാരോ? ഇത് കേൾക്കുന്ന വേദ ദേഷ്യം വന്നിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ശ്രീകാന്തിനോട് പറയുന്നു. എൻ്റെ ഭർത്താവിനെയും അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റി പറയാനായിട്ടുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല മിസ്റ്റർ എന്ന് ശ്രീകാന്തിനോട്. രാത്രിയുടെ മറവിൽ എൻ്റെ ഭർത്താവിനെ വണ്ടി ഇടിച്ചു കൊല്ലാൻ നോക്കിയ അന്ന് മുതൽ നിങ്ങളൊരു കൊലയാളിയായി കഴിഞ്ഞു. ചെയ്യാത്ത തെറ്റിന് വിക്രമിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് തല്ലി ചതച്ചപ്പോൾ നിങ്ങൾ തനി നീചനുമായി കഴിഞ്ഞു. എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായി എനിക്കൊരു വില നിശ്ചയിച്ച് വിക്രമിന് പണം കൊടുത്തത് ഓർമ്മയില്ലേ? അന്ന് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും തരം താണവനുമായിപ്പോയി. എന്നെ വിക്രമിനെ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നായപ്പോൾ ആ പാവം വിശ്വേട്ടനെ ജോലി കൊടുത്ത് ചതിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളെപ്പോലൊരു വൃത്തികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത്? ഇനി മര്യാദയെപ്പറ്റി എന്നോട് പറയരുതെന്ന് വേദ ശ്രീകാന്തിനോട്. ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ദർശന്റെ നേർക്ക് തിരിഞ്ഞിരിക്കുകയാണ് ശ്രീകാന്ത്. നീയാണോ ഇവൾക്ക് വേണ്ടി ഹാജരാവാൻ പോകുന്നത്? നിനക്കൊരു നാണവുമില്ലേ ദർശൻ? ഇത് കേൾക്കുന്ന ദർശൻ ഇതിനുള്ള മറുപടിയായി ദർശൻ നാണവും മാനവുമില്ലാതെ പെരുമാറുന്നത് ആരാണെന്ന് കുറച്ചു മുമ്പ് വേദ പറഞ്ഞല്ലോ. പിന്നെ വിശ്വന്റെ കേസ് ഞാൻ വാദിക്കുന്നില്ല. ഒരു സീനിയർ വക്കീലിന്റെയും സഹായമില്ലാതെ ആ കേസ് മറ്റൊരാൾ വാദിക്കും. ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മകൾ വേദ ശങ്കരനാരായണൻ. അങ്ങനെ ഇപ്പോൾ കോർട്ട് പ്രൊസീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എതിർകക്ഷി വക്കീല് വാദിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ വക്കീൽ വിശ്വനാണ് എല്ലാ തെറ്റുകളും ചെയ്തതെന്ന് വരുത്തി തീർത്ത് തെളിവുകൾ ഹാജരാക്കുന്നു. അതിനുശേഷം ജഡ്ജി വിശ്വനോടായി ഒന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ഇതെല്ലാം ചെയ്തത്? പക്ഷേ താൻ പണം മോഷ്ടിച്ചിട്ടില്ലെന്ന് തന്നെയാണ് വിശ്വം പറയുന്നത്. ഇതിന് മറുപടിയായി ജഡ്ജി, അല്ലെങ്കിലും ഏത് കള്ളനാണ് സ്വന്തം കുറ്റം സമ്മതിക്കുന്നത്? ഈ സമയത്ത് വേദ വിശ്വന് വേണ്ടി വാദിക്കാൻ തുടങ്ങുന്നു. വേദ അങ്ങനെ തന്റെ വാദം തുടങ്ങുകയാണ്. എന്റെ കക്ഷി മേൽപ്പറഞ്ഞ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നത് സത്യമാണ്. പക്ഷെ ആ വാദം ശരിയല്ല. എന്റെ കക്ഷിയെ കേസിൽ അകപ്പെടുത്താൻ വേണ്ടി വെറുതെ കെട്ടിച്ചമച്ച ഒരു വാദം മാത്രമാണ് ഇത്. അതുകൊണ്ട് തന്നെ എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് വേദ അപേക്ഷിക്കുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന എതിർകക്ഷി വക്കീല്, അതെങ്ങനെ ശരിയാവും? പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കേസ് തെറ്റാണെന്ന് പറയുന്നത് വെറുതെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കേസിലെ എല്ലാ സാക്ഷികളെയും ഒന്ന് വിസ്തരിക്കാനായി അനുവദിക്കണമെന്ന് എതിർകക്ഷി വക്കീല് ആവശ്യപ്പെടുന്നു. ഈ സമയം ശ്രീകാന്തിന്റെ വക്കീല് വാദിച്ചു തുടങ്ങുകയാണ്. പ്രതിയെ എല്ലാവരും കേൾക്കെ വിസ്തരിക്കുന്നു. അങ്ങനെ സാക്ഷി പറഞ്ഞു തുടങ്ങുകയാണ്. തങ്ങളുടെ കമ്പനിയിൽ 10 ലക്ഷം രൂപ ബാക്കി വന്നുവെന്നും അതുകൊണ്ട് ആ പണം ബാങ്കിലടയ്ക്കാനായി വിശ്വന്റെ കയ്യിലാണ് കൊടുത്തുവിട്ടത്. പണവുമായി പോയി കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ വിശ്വൻ തിരിച്ചെത്തിയ ശേഷം പണം നഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങളെ അറിയിച്ചത്. പിന്നീട് ഇയാൾ തന്നെയാണ് എടുത്തതെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു എന്ന് അയാൾ വക്കീലിനോടായി പറയുന്നു. ഇത് കേൾക്കുന്ന വക്കീല്, കൊടുത്തുവിടുന്ന പണത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ സൂക്ഷിക്കാറുണ്ടോ? മറുപടിയായി സാക്ഷി, ഉവ് സർ, ഞങ്ങൾ ബാങ്കിൽ നിന്ന് പിൻവലിച്ച പണത്തിന്റെ സ്ലിപ്പും അതേപോലെ അതിന്റെ സീരിയൽ നമ്പറും എല്ലാം തന്നെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇത്രയും കേട്ട ശേഷം ജഡ്ജി വേദയോടായി ഒന്ന് ചോദിക്കുന്നു, ക്രോസ് വിസ്താരം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെന്നാണ് വേദയുടെ മറുപടി. മറിച്ച് എനിക്കൊരു സാക്ഷിയെ വിസ്തരിക്കാനായിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്യാത്ത മറ്റൊരു സാക്ഷിയോ എന്ന് എതിർകക്ഷി വക്കീല് പറയുമ്പോൾ, അതെ, ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ള ഒരു സാക്ഷിയെന്ന് വേദ.
സമയത്ത് വേദ വിശ്വന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്ത ആളിനെ ഹാജരാക്കുന്നു. വേദയുടെ വിസ്താരണത്തിൽ അയാൾ എല്ലാ കാര്യങ്ങളും തുറന്നു സമ്മതിക്കുന്നു. വിശ്വൻ പണമടയ്ക്കാനായി ബാങ്കിൽ വന്നപ്പോൾ ഞാൻ ആദ്യം കുഴിഞ്ഞു വീഴുന്നണക്ക് അഭിനയിച്ചുവെന്നും പിന്നീട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ആ ബാഗ് മാറ്റി പകരം മറ്റൊരു ബാഗ് വെച്ചത്. ഇത് കേൾക്കുന്ന വേദ പകരം വെക്കാനുള്ള ബാഗ് നിങ്ങൾക്ക് ആരാണ് തന്നത്? അവിടെ ഇരിക്കുന്ന മാനേജർ സുഭാഷ് ആണെന്ന് പറയുന്നു. ഇത് മറ്റാരുമല്ല, SK ട്രേഡേഴ്സിന്റെ മാനേജർ സുഭാഷ് തന്നെ. എന്നിട്ട് പണമടങ്ങിയ ബാഗ് എന്താണ് ചെയ്തതെന്ന് വേദ ചോദിക്കുന്നു. അത് അന്ന് തന്നെ ഞാൻ തിരിച്ച് സുഭാഷ് സാറിന്റെ കയ്യിൽ കൊടുത്തു എന്നാണ് സാക്ഷി പറയുന്നത്. എല്ലാം കേട്ട ശേഷം വേദ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഈ ദൗത്യം മാനേജറെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? സാക്ഷി മറുപടി പറയുന്നുണ്ട്, ഉണ്ടെന്നും SK ട്രേഡേഴ്സിന്റെ ഓണർ ശ്രീകാന്ത് സാർ എന്ന് പറയുന്നു. സാക്ഷിയെ മൊത്തത്തിൽ വിസ്തരിച്ചു കഴിഞ്ഞപ്പോൾ വേദ ജഡ്ജിയോടായി ഒന്ന് പറയുന്നു, ഇതാണ് സാർ അന്ന് അവിടെ ഉണ്ടായത്. വെറും വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ശ്രീകാന്ത് കെട്ടിച്ചമച്ചൊരു കഥ മാത്രമാണ് ഈ കേസ്. വേദ ഈ പറഞ്ഞതിനെയെല്ലാം ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ട് എതിർകക്ഷി വക്കീല് ക്രോസ് ചെയ്യാനായി എഴുന്നേൽക്കുകയാണ്. ഇപ്പോൾ സാക്ഷിയായിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ള ഷാജി എന്ന ഇയാൾ ഒരു മോഷ്ടാവാണെന്നും അതുകൊണ്ട് തന്നെ പണമടങ്ങിയ ബാഗ് ഇയാൾ എടുത്തിട്ട് അതിൽ നിന്ന് ₹1 പോലും എടുക്കാതെ തിരിച്ചു നൽകി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ എനിക്കും അതേപോലെ കോടതിക്കും ആവില്ലെന്ന് എതിർകക്ഷി വക്കീല് പറയുന്നു. മാത്രമല്ല വിക്രം നിർബന്ധിച്ച പ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞതെന്നും എതിർകക്ഷി വക്കീല് അയാളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. വിക്രം എന്ന ഗുണ്ടയുടെ ഭീഷണി ഭയന്നാണ് അയാൾ ഇതൊക്കെ ചെയ്തതെന്നാണ് എതിർകക്ഷി വക്കീല് തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിനുശേഷം തന്റെ കക്ഷിയായിട്ടുള്ള ശ്രീകാന്തിനെ കൂടി വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് എതിർകക്ഷി വക്കീല് കോടതിയോട് ആവശ്യപ്പെടുകയാണ്. വക്കീൽ ഇപ്പോൾ ശ്രീകാന്തിനോടായി ചോദിക്കുന്നു, വിശ്വൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? മറുപടിയായി 6 മാസമായെന്നാണ് ശ്രീകാന്ത് പറയുന്നത്. കുറച്ചു മുമ്പ് പ്രതിഭാഗം വക്കീല് ഹാജരാക്കിയ സാക്ഷിയെ നിങ്ങൾക്ക് അറിയുമോ എന്ന് ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ ഇല്ലെന്നാണ് അയാളുടെ മറുപടി. കണ്ടിട്ടേ ഇല്ലെന്നാണ് ശ്രീകാന്ത് വീണ്ടും പറയുന്നത്. നിങ്ങൾ ആ ബാഗ് എടുക്കാനായിട്ട് ₹25,000 ഓഫർ ചെയ്തു എന്ന് പറയുന്നത് അത് വെറും കള്ളമാണെന്ന് ശ്രീകാന്ത് പറയുന്നു. എന്റെ സ്വന്തം പണം എന്റെ ജോലിക്കാരെ ഉപയോഗിച്ച് കട്ടെടുക്കാനായിട്ട് ഞാൻ എന്തിനാണ് സാർ കാശ് കൊടുക്കുന്നതെന്ന് ജഡ്ജിയോടായി ശ്രീകാന്ത് പറയുന്നു. അതിനുശേഷം എതിർകക്ഷി വക്കീല് മറ്റൊരു തെളിവ് കൂടി ഹാജരാക്കുന്നുണ്ട്. മുമ്പ് വിനായകനെ ഉപയോഗിച്ച് ഒപ്പിട്ട് മേടിച്ച ആ ഒരു പേപ്പറിൽ ₹5 ലക്ഷം ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തു എന്ന് വരുത്തി തീർത്ത് അതും ഹാജരാക്കി. വെറും ₹25,000 താഴെ മാത്രം ശമ്പളമുള്ള പ്രതി എങ്ങനെയാണ് ₹5 ലക്ഷം അഡ്വാൻസ് കൊടുത്തത്? എതിർകക്ഷി വക്കീലിന്റെ ഈ വാദത്തെ എതിർക്കുകയാണ് വേദ അങ്ങനെ തന്റെ വാദം തുടങ്ങുന്നു. എന്റെ കക്ഷിയായിട്ടുള്ള വിശ്വനാഥൻ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിനായി ചിട്ടിയിൽ ചേർന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനുവേണ്ടി ₹1 പോലും ഇതുവരെയും അടച്ചിട്ടില്ല. എതിർകക്ഷി വക്കീല് പറഞ്ഞ പ്രകാരമുള്ള ഈ വാദം തെളിയിക്കാനായിട്ട് ഒരു അന്വേഷണം വേണമെന്ന് ജഡ്ജിയോട് ആവശ്യപ്പെടുന്നു. ഇത് കേൾക്കുന്ന ജഡ്ജി, അത് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഇന്ന് ഹാജരാക്കിയ സാക്ഷിയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഹാജരാക്കിയ ഈ സാക്ഷിയെ കോടതി റദ്ദ് ചെയ്യുന്നുവെന്നും മറിച്ച് വിശ്വനാഥനെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വിടാനായിട്ട് ഈ കോടതി തീരുമാനിച്ചുവെന്നും ഇപ്പോൾ ജഡ്ജി എല്ലാവരോടുമായി അറിയിക്കുന്നു. കേസ് ഇനി തിങ്കളാഴ്ചയാണ് പരിഗണിക്കുന്നതെന്ന് പറഞ്ഞ് ആ കേസ് അവിടെ ക്ലോസ് ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.